ഹായ്! അപ്പം ഇന്ന് രാവിലെ തന്നെ പാറു ഭയങ്കര കോമഡിയിലാട്ടോ. എണീറ്റപ്പോൾ തന്നെ നല്ല ഉഷാറായിട്ട് ഭയങ്കര കോമഡിയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ കേട്ടോ. അങ്ങനെ കുറേ നേരം അവൾ കോമഡി കേട്ട് ഞാനും ഇരുന്നു ട്ടോ. പിന്നെ കുറേ നേരം കഥകൾ പറഞ്ഞു തന്നു എനിക്ക്, സ്കൂളിലത്തെ കാര്യങ്ങൾ പറഞ്ഞു. കുറേ നേരം അവളുടെ ആ രീതി സംസാരങ്ങളും കാര്യങ്ങളും കേട്ട് കുറേ നേരം നിന്നിട്ട് ഞാനും. അങ്ങനെ ഇതാ മാറ്റി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബേഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ആദ്യക്കുട്ടൻ കുട ഉപയോഗിച്ചതാ കുറേ കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചേച്ചി പെണ്ണിനെ കിക്കിളിയാക്കുന്നുണ്ടായിരുന്നു. ചേച്ചി പെണ്ണ് ഭയങ്കര ഹാപ്പിയിലാണ്. രണ്ടുപേരും കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോയിലാണ് പോകുന്നത്, കാരണം കുട നിവർത്താനുള്ളൊരു ഗ്യാപ്പ് പാറുക്കുട്ടിക്ക് കിട്ടിയിട്ടില്ല. മഴത്ത് കളിക്കാൻ കുട ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മഴത്ത് കളിക്കുന്ന ഒരു ഗ്യാപ്പ് അവൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ പാറുക്കുട്ടിനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൂടി ഇതാ തൊട്ടടുത്തുള്ള മുറ്റത്തെ റോഡിൻ്റെ അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് അച്ഛൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ കോൾ ചെയ്തു. അതിന് മുന്നേ അച്ഛനോട് കുറേ നേരം സംസാരിച്ചതായിരുന്നു. പിന്നെ അച്ഛൻ പോകുമ്പോൾ കുട്ടിക്ക് അച്ഛനെ കാണണം ഭയങ്കര ആഗ്രഹം. പോകുമ്പോൾ അങ്ങനെ വിളിച്ചതാണ്, വീഡിയോ കോൾ ചെയ്തതാണ്. അങ്ങനെ എന്താ വീഡിയോ കോൾ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്താ വണ്ടി വരാൻ കുറച്ച് ലേറ്റായിട്ട് കുറേ സമയം ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, വണ്ടി എന്താ അറിയില്ല, എന്ത് കാരണം കൊണ്ടാണോ വണ്ടി നേരം വൈകിയത് അറിയില്ല. അപ്പം കുറേ നേരം ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറു കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് കുറേ നേരം സംസാരിച്ചു. അതേപോലെ ആദ്യക്കുട്ടന് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇതാ വണ്ടി വന്നിട്ടോ. അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞാൻ പിന്നെ ഇതാ അതുപോലെ തന്നെ ഓട്ടോ പോണതും ഭയങ്കരമായിട്ട് പാറുക്കുട്ടീന്ന് പാളി നോക്കുന്നുണ്ടായിരുന്നു. ആദ്യക്കുട്ടന് ഭയങ്കര ചിരിയുണ്ടായിരുന്നു. അത് പോയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. ചേച്ചിപ്പെണ്ണ് അവളെ കൊണ്ടുപോകാഞ്ഞിട്ടാണോ അതോ എന്താ അറിയില്ല, അവൾ പോയിട്ടാണോ ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ അവൻ്റെ സങ്കടമൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പോയി അവൻ 2 മിഠായിയൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, അവൻ്റെ ഉഷാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാനും ആദ്യം കൂടി കുട ഇട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടയിൽ നിന്ന് മിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മിഠായി അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ചക്ക പൊരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബാക്കി, അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും ആദ്യം കൂടി കുറച്ച് നേരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്നേഹപ്രകടനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ കുറേ നേരം എനിക്ക് ഉമ്മയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവന് പുല്ലിൽ ഭയങ്കര ഇഷ്ടമാണ്. പുല്ലിൽ വെള്ളം വീഴുമ്പോൾ അവനത് തട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം അവനെ കളിപ്പിച്ചു. അവനൊന്ന് ഹാപ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവന് ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾ ഫിലുവിൻ്റെ വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫിലു തന്നതായിരുന്നു എന്താ കൊക്കോ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് പേരും കാര്യങ്ങളും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. ഇത് ഉണക്കി പൊടിച്ചിട്ട് ഇത് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ആദ്യക്കുട്ടന് ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചിക്കൻ തിന്നുകൊണ്ടിരിക്കട്ടെ, ഫുഡൊന്നും കഴിക്കണില്ല. ചിക്കൻ കണ്ടപ്പോൾ ചിക്കത്തെ അവന് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവൻ കുറേ നേരം അവിടെ മുറ്റത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും ആദ്യം കൂടി കുറച്ച് നേരം കിടന്നുറങ്ങിട്ടോ. ഓക്കെ, ബൈ.